പറയണ്ട എന്റെ വർക്കിച്ച. ചുരത്തില് നല്ല കോടയല്ലേ, പിന്നെ ഒടുക്കത്തെ ട്രാഫിക്കും, പിന്നെ നമ്മുടെ സാരഥി മനുക്കുട്ടനല്ലേ, അവൻ പിന്നെ ആ രഥം എത്തിക്കണ്ടോട് തെറ്റിക്കും. ഇവനറ മുതല്. കുളിക്കേണ്ടവർക്ക് കുളിക്കാം, വെള്ളം ചൂടായിട്ടുണ്ട്. നല്ല തണുപ്പ്, ഒന്ന് പിടിപ്പിച്ചിട്ടാവാം കുളി. പീനുച്ചായ അത് നല്ലൊരു മുന്നേറ്റാണ്. വാ നടക്ക്. ഒഴിക്കണ മച്ചാനെ ഒഴുകി. തോറ്റു മുത്തേ തോറ്റ്. ഈ കോടയിൽ നീ ശരിക്കും തോറ്റു. തോൽക്കൂലടാ, തോൽക്കും. മക്കളെ, ഒരുപാട് നേരായിട്ടാ. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോരെ? ഭക്ഷണോ? ഒന്ന് വിടണ്ട അച്ചായ. ഇന്നത്തെ ഉറക്കത്തിനുള്ള മയക്കുവേടി പൊട്ടിയിട്ടില്ലട്ടാ. അതിന് കൊറേ മയക്കുവടി പൊട്ടിക്കേണ്ടി വരും. അല്ല വിനു, ആ കുട്ടി ഇനി ഒന്നും കഴിച്ചിട്ടില്ലട്ടാ. അതേതാടാ വീണു, നമ്മളറിയാത്തൊരു കുട്ടി. അതെ, ഒരു പശുക്കുട്ടിയാ. ഓ പശുക്കുട്ടി പശുക്കുട്ടി. എന്തായാലും എനിക്കൊന്നൊരു മൂടില്ല. ഉണ്ണി, എടാ പീറ്ററ, കൂട്ടാ, നിങ്ങൾ അങ്ങ് പൊളിക്കും. ആശാന് നമോ ഭാഗം. അല്ലെങ്കിലേ നല്ല തണുപ്പാണ്. പോരാത്തതിന് ഫുൾ ഫിറ്റാ. നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങി പൊന്നു മാഷേ. അല്ലെങ്കിലും ഈ കല്ലൂടിയന്മാര് ഒന്നിനും കൊള്ളത്തില്ല. അതെന്താ? നമ്മുടെ കാശ് പോയത് മിച്ചം. അല്ല ബിനുച്ചായ, നമ്മളല്ലേ ഫിറ്റ്. നമ്മുടെ സാരഥി പുലിയല്ലേ? വിനിച്ചായ ചതിക്കല്ലേ, നമ്മളെ വെറുതെ വിട്ടേര്. എടാ മനു, യവന്മാരെല്ലാം ഫിറ്റാ. നീ ആ പെണ്ണിന് എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്ത് വിടടാ. എന്നതാ എന്നതാ വർക്കിച്ച? മോനെ, നീ പോയി ഇത് എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്ത് വിട്. അവൾക്ക് കിടന്നുറങ്ങണ്ടേ? എന്നാലേ അവൾക്ക് നാളെ കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റൂ. വർക്കിച്ച, അപ്പൊ അവളുടെ കെട്ടിയോനോ? കെട്ടിയാൻ ആ പെണ്ണിന്റെ ശരീരം വിറ്റ് കിട്ടുന്ന പൈസ പിടിച്ചു വാങ്ങും. കൊടുത്തില്ലേ അന്ന് കള്ളും കുടിച്ചു വന്ന് അവളെയും കൊച്ചുങ്ങളെ ഉപദ്രവിക്കും. അതൊരു മഹാപാവാണ്. വർക്കിച്ചൻ ടെൻഷൻ അടിക്കണ്ട. അവളെ ഞാൻ ഒറ്റ മണിക്കൂറും കൊണ്ട് ഫ്രീ ആക്കി വിടാം. പിന്നെ എന്നെ ഇവിടെ കഴിക്കാനുള്ള ഓ, നല്ല ചൂട് ബിരിയാണി ഉണ്ട്. മോൻ പോയി കുളിച്ചിട്ട് വാ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എന്റെ മാഷെ, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ വേഗം ഒന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒരു മണിക്കൂർ എനിക്ക് തരുമോ? നിങ്ങൾക്കിത് വെറും ടൈം പാസിൽ ഒരു മണിക്കൂർ. പക്ഷേ എനിക്കിത് ജീവിതത്തിലെ വിലപ്പെട്ട മണിക്കൂറുകളാണ്. തന്റെ സമയത്തിന് ഇത്ര വില ഉണ്ടായിരുന്നോ? ഉണ്ട്. നിങ്ങൾ ആണുങ്ങൾക്ക് ഞങ്ങൾ സ്ത്രീകളെ തന്നെ വിലയില്ലല്ലോ. പിന്നല്ലേ ഞങ്ങളുടെ സമയം. താനത് വിട്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തിനുള്ള വിശപ്പാ? അതല്ലടോ, പിന്നെ വല്ലതും കഴിക്കാനുള്ള വിശപ്പ്. എനിക്ക് വലിയ വിശപ്പില്ല. നിങ്ങൾ പോയി കഴിച്ചിട്ട് വരൂ. പണ്ടേ സ്കൂൾ വിട്ട് വരുമ്പോഴേ അമ്മ നല്ല ഗോതമ്പ് ഉപ്പുമാവും കട്ടൻ ചായ ഉണ്ടാക്കി വെക്കുമായിരുന്നു. വിശന്ന് വന്നാൽ ഞാൻ അത് തിന്ന് തീർക്കുന്നത് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജി തോന്നുക.
നമുക്ക് ആ ഗോതമ്പ് ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? നല്ല ചിക്കൻ ബിരിയാണി ഉള്ളപ്പം ഗോതമ്പ് ഉപ്മാവ് തേടി പോണാളെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഇപ്പൊ തന്നെ പാതിരാത്രിയായി. ഇനി ഏത് കാലത്താണാവോ? ഛേ, നിങ്ങൾ ഉപ്പുമാവോ പായസോ എന്താ വെച്ചാ ഉണ്ടാക്ക്. ഞാൻ പോയി കുടിച്ചിട്ട് വരാം. ശരിയാ, താൻ ഇപ്പൊ തന്നെ നല്ല ചൂടില്ല. കൂളാകാനേ ഒന്ന് കുളിക്കുന്നത് നല്ലതാ. ഞങ്ങളുടെ സങ്കടവും ദേഷ്യമൊക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് ചൂടായിട്ടേ തോന്നുള്ളൂ. ഉം. കാരണം ഞങ്ങൾ എന്നും നിങ്ങളുടെ അടിമകളാണല്ലോ. ആ. എടാ നമ്മുടെ മനു എവിടെ? അവനെ കാണുന്നില്ലല്ലോ. മനു അവിടെ തകർക്കാണ് എന്റെ മുത്തേ. എടാ മച്ച, നമ്മളെ ഈ ചങ്കുകള് ചേർന്നടിക്കുന്ന സുഖണ്ടല്ല, ആ സുഖമൊന്നും ഒരു പെണ്ണിനും തരാൻ പറ്റില്ലടാ. അത് അച്ചായം പറഞ്ഞത് അതന്നെ. എന്നതായി കാണുന്നേ? സമയത്തിന് ഒരുപാട് വിലയുള്ള ആളാന്നോ ഇങ്ങനെ തലയും തോർത്താതെ വന്ന് നിൽക്കുന്നേ? വല്ല പനിയും പിടിച്ച് കിടന്നാലേ തന്റെ വിലപ്പെട്ട സമയമായി പോകുന്ന. പണ്ടെന്റെ അനിയത്തിക്കുട്ടി ഇതുപോലെ തല തോർത്താതെ വന്ന് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ തല തോർത്തി കൊടുക്കുമ്പോൾ അവൾ എന്നോട് പറയുമായിരുന്നു, മനച്ചായം തോർത്തി തരാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം തല തോർത്താൻ ഞാൻ. എനിക്കിഷ്ടായിരുന്നു ആ കുടുംബത്തെ. മക്കൾ ഇനിയും കിടന്നില്ലേ? വർക്കിച്ചായോ, ഇച്ചിരി നേരം നിന്നാ നല്ല ഗോതമ്പ് റെഡിയാകും കേട്ടോ. ഞാൻ കഴിച്ചതാ, എനിക്ക് ഇനി ഒന്നും വേണ്ട. അതെ, വിരോധമില്ലെങ്കിൽ ഒരു കൈ സഹായമൊക്കെ ആകാം. ഈശോയെ, എല്ലാവരും ഉറങ്ങിയോ? ഇനി ഉണ്ടാക്കി വെച്ചോക്കെ ഞാൻ എന്നാ ചെയ്യാനാ? ഇത് ഉപ്പുമാവൊന്നുമല്ല, ഉപ്പുമലയാ. ലേശ ഉപ്പ് കൂടിപ്പോന്നുള്ള നേരം എന്നും പറഞ്ഞിട്ട് ഉപ്പ് മലയൊന്നുമല്ല. കഴിച്ചു നോക്കി. ഇപ്പൊ എങ്ങനുണ്ട്? എന്തായാലുവേ തന്റെ വിലപ്പെട്ട സമയങ്ങളുണ്ട്. വാ വാ കിടക്കാം. സത്യം പറഞ്ഞ താൻ ശരിക്കും ഒരു പുരുഷവിരോധിയാണല്ലേ? നിങ്ങൾ ആണുങ്ങൾക്ക് സ്ത്രീകളെന്നും കാലിലിട്ട് ചവിട്ടി നടക്കുന്ന ഒരു ചെരുപ്പ് പോലെയാണല്ലോ. ആവോളം ചവിട്ടി മെതിച്ച് പുറം വാതിലിൽ ഊരിയിടുന്ന വെറും ഒരു ചെരുപ്പ്. സ്ത്രീ ഒരിക്കലും പറയുന്നില്ല പുരുഷന് മേൽ ആധിപത്യം വേണമെന്ന്. അവൾ സമത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അവൾ എന്നും പുരുഷ വിരോധി. സാരമില്ലടോ. ഉണ്ണിയാർച്ചയുടെ ഈ വീറും വാശിയും കണ്ടപ്പോ ഞാൻ കരുതിയില്ല താനിങ്ങനെ തൊട്ടാലലിഞ്ഞു പോകുന്നൊരു മഞ്ഞുകട്ടയാന്ന്. പിന്നെ പണ്ടേ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമായിരുന്നു. ശില്പ എന്നായിരുന്നു അവളുടെ പേര്. അവളെ ഞാൻ
ചില്ലുമോളേന്നാ വിളിച്ചോണ്ടിരുന്നത്. ശരിക്കും തന്നെ പോലെ തന്നെ ആയിരുന്നു അവള്. ഒന്നു വീണ പൊട്ടിത്തകർന്നു പോകുന്ന ഒരു ചില്ലുപാത്രം പോലെയായിരുന്നു അവള്. എന്തേ തന്നെ ഞാൻ ആ പേര് വിളിച്ചോട്ടെ, ചില്ലുമോളേന്ന്. ഞാൻ മനസ്സ് തുറന്നൊരു കാര്യം പറയട്ടെ. ഒരു പെണ്ണിന്റെ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ഈ ഒരു രാത്രി നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണം. ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ആ സുഖം. ഞാൻ എന്ത് തന്നെന്നാ താനീ പറയുന്നേ? പലതും പലതും. ഒരമ്മയെ പോലെ എന്നോട് ഉപ്പുമാവ് ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ? ഒരു കുഞ്ഞ് അനുജത്തിയെ പോലെ എന്റെ തല തുവർത്തി തന്നില്ലേ? പിന്നെ ഞാൻ പിണങ്ങിയപ്പോ ഞാൻ തന്റെ ചില്ലുമോളായില്ലേ? അതല്ലേ അതല്ലേ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന അവളുടെ ജീവിതം? അപ്പോ സ്ത്രീ സമത്വം? ഉം.